എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഇപ്പൊ പറഞ്ഞോ, നിന്റെ ശരീരത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിന്റെ ശരീരത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. കർത്താവേ, ഞാൻ എന്തിനാണ് വേറെ ഓടി നടക്കുന്നേ? നിന്റെ ശരീരത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടതെല്ലാം ഉണ്ട്. നിന്റെ ശരീരത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. നിന്റെ ശരീരത്തിൽ എൻ്റെ മകന് വേണ്ടതെല്ലാം ഉണ്ട്. കർത്താവേ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചേ, നിന്റെ സൗഖ്യം എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ. നിന്റെ സമാധാനം, നിന്റെ കൃപ. ഓരോരുത്തർക്കും എന്താണോ ഈശോ ഇങ്ങനെ പറഞ്ഞു, വചനം ഇങ്ങനെ പറഞ്ഞു, നമ്മെ സമ്പന്നരാക്കാൻ അവൻ ദരിദ്രനായി. അവന് മഹത്വത്തിന്റെ സമ്പന്നതയുണ്ട്, പക്ഷെ അവൻ ദരിദ്രനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവേ, നിന്റെ സമ്പത്തിൽ നിന്ന് എൻ്റെ ദാരിദ്ര്യം മാറട്ടെ. നിന്റെ സമ്പത്തിൽ നിന്ന് എൻ്റെ ദാരിദ്ര്യം മാറട്ടെ. കർത്താവേ, നിന്റെ റിച്ച്നെസ്സിൽ നിന്ന് എൻ്റെ പോവർട്ടി മാറിപ്പോട്ടെ. എൻ്റെ അധപ്പതനം മാറിപ്പോട്ടെ. എൻ്റെ തകർച്ച. ദൈവമേ, നിന്റെ ശരീരത്തിൽ, ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരത്തിൽ മുഴുവൻ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നിന്ന് എൻ്റെ ശാപം മാറിപ്പോട്ടെ. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഒറ്റ കാര്യം കൂടെ, ആർക്കെങ്കിലും കാല് വേഗം ഇരുന്നോണേ. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പോൾ ഈ രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? എൻ്റെ അടുത്ത സംശയം, ഒന്നാമത്തെ സംശയം ഈ ഇഴഞ്ഞു പോയി എങ്ങനെ തൊട്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ സംശയം, എന്തായാലും തൊട്ടു, ശക്തി പോയി എന്നറിയാലോ. തൊട്ടത് ഈ സമൂഹത്തെ ഇറങ്ങി ആരെയും തൊടാൻ പറ്റാത്തൊരു സ്ത്രീയുമാണ്. പിന്നെന്തിനാ ചോദിക്കാൻ നിൽക്കുന്നേ? പോയെങ്കിൽ പോയി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് പബ്ലിക്കായിട്ട് ഇവളെ ആരാ തൊട്ടേ? ഞാനാ? എന്തിനാ തൊട്ടേ? അങ്ങനെ തൊട്ടെങ്കിൽ തൊട്ടു. ഇനി സംഭവം പോയി, ഓപ്പറേറ്റ് ചെയ്തു, ഹീലിംഗ് നടന്നു, ഇതൊക്കെ അറിയുകയും ചെയ്യാം. എന്നാൽ പിന്നെ ഇനി മിണ്ടാതെ പോയാൽ പോരെ. എൻ്റെ അടുത്ത സംശയം, എന്തിനാ തൊട്ടേ? അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ സംശയം വന്നാൽ ഞാൻ വേറെ ആരോടും ചോദിക്കത്തില്ല. ആരോട് ചോദിക്കും? ഈശോ, കർത്താവ് എന്തിനാ തൊട്ടേ? ഇങ്ങനെ 5 മിനിറ്റ് ഇരിക്കുമ്പോൾ പറഞ്ഞു തരും എന്തിനാ തൊട്ടേന്ന്. അത് പറഞ്ഞു തന്നു. മെനഞ്ഞാന്നാ പറഞ്ഞു തന്നെ. ഞാൻ ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ വിശദീകരിക്കാൻ? അന്നേരം ഇതൊക്കെ ചോദിക്കുന്നേ. അപ്പോൾ പറഞ്ഞു തന്നറിയോ? പറഞ്ഞത് ഇങ്ങനായിരുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞേ. എന്തെന്നറിയോ? അതായത്, ഞാൻ അറിയാതെ തൊടാന്നാണ് അവള് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അറിയാതെ എന്നെ തൊട്ടവളെ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആരും